ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ, പ്രത്യേകിച്ച് നമുക്ക് പരിപാടിയൊന്നുമില്ല. അപ്പം ഞാൻ ഓർത്തുനിന്ന് ചെറിയൊരു 1 8 എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ രാവിലെ ഒരു 8:30 ആയപ്പോൾ എഴുന്നേറ്റപ്പോൾ തന്നെ വാഷ്റൂമിൽ പോയി ഫ്രഷായി പല്ലൊക്കെ തേച്ചിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് പോയിട്ട് ഞാൻ ഒരു ചായ ഇടും. അപ്പം ഞാനിങ്ങനെ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ തപ്പിപ്പറക്കി പോകുന്നത് ഇതേ ഇരിക്കുന്നു. മറ്റേ യൂണിബിക്കിൻ്റെ ഫ്രൂട്ട് ആൻഡ് ബിസ്ക്കറ്റ് ഇല്ലേ, അതിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ട് ചായ ഒരു പിടി അങ്ങോട്ട് കുടിച്ചു. കുഴപ്പമില്ല, എനിക്കത് ധാരാളമാണ്. അത് കഴിഞ്ഞിട്ട് എങ്ങനെ പോലും വീട്ടുകാർ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഒരു 9 മണി ആ ഒരു ടൈമൊക്കെയാണ്. അപ്പം ഉമ്മ എഴുന്നേറ്റ് വരുന്ന ടൈമായിരുന്നു അത്. അപ്പോൾ ഉമ്മ വന്നിട്ട് ഇങ്ങനെ കൺഫ്യൂഷനിലേക്ക് ഇന്ന് എന്ത് ഉണ്ടാക്കും ബ്രേക്ക്ഫാസ്റ്റിന്. അങ്ങനെ ഒരു വെറൈറ്റി പിടിച്ചു പോയപ്പോഴാണ് കപ്പ ഇരിക്കാൻ കണ്ടത്. അങ്ങനെ രാവിലെ തന്നെ കപ്പ പുഴുക്കും കേരക്കറിയുമാക്കി. ഞാൻ അതും കഴിച്ചിട്ട് എൻ്റെ അടുത്ത പരിപാടിയിലേക്ക് പോയി. ഒരുപാട് അസൈൻമെൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഉമ്മ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് തന്നു. എന്നിട്ട് നേരെ പോയി. അപ്പം ഞാനോർത്ത് ഒന്ന് 2 കഴിച്ചേക്കാന്ന് പറഞ്ഞിട്ട് 1 2 കഴിച്ചിട്ട് ഞാനതവിടെ മാറ്റി വെച്ചു. എന്നിട്ട് നേരെ പുറത്തോട്ട് പോകാനായിട്ട് ഇങ്ങനെ റെഡിയാവാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ദേണ്ട കിടക്കുന്നില്ല കെട്ടിക്കാച്ചി മഴ. അങ്ങനെ ഞാൻ ആ പോക്ക് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് പുറത്തോട്ട് മഴ ആസ്വദിക്കാൻ വെച്ചു. അങ്ങനെ മഴ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദേണ്ട കിടക്കുന്നത് നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് എല്ലാം കൂടി കട്ട് ചെയ്ത് മിക്സാക്കി ജ്യൂസാക്കി കൊണ്ടുവന്ന് തന്നേക്കുന്നത്. എന്നിപ്പോൾ ആവല്ലേന്ന് ഓർത്തിട്ട് ഞാൻ ആ ജ്യൂസിൽ നിന്നങ്ങ് കുടിച്ചു. പിന്നെ കുളിക്കാൻ പോയി. കുളിച്ച് വന്നപ്പോൾ ഉമ്മ നല്ല ചോറെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല മുട്ട പൊരിച്ചതും പയറുമെഴുക്കും കേരക്കറിയും മോരും പിന്നെ രാവിലത്തെ കുറച്ച് കപ്പയും കൂടി ഞാനൊരു പേരി അങ്ങോട്ട് പിടിച്ചു. അമ്മേ, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ എനിക്കൊരു കട്ടൻ കുടിക്കാൻ തോന്നി. അങ്ങനെ ഞാനൊരു കട്ടൻ ഉണ്ടാക്കി അങ്ങോട്ട് കുടിച്ചു. ഇതെല്ലാം 2 മണിക്കായിട്ടോ നടക്കണേ. ഒരു 2 മണി ഒരു 5 മണി വരെ കടന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ആകെ കിട്ടിയ ഒരു ഞായറാഴ്ച ഉറങ്ങി തീർത്തല്ലോ എന്നുള്ള വിഷമത്തിലിരിക്കുമ്പോഴാണ് ദേ വരുന്നു കുറേ പേര്. നോക്കിപ്പാരാ, ഉമ്മാൻ്റെ വീട്ടുകാരാ, കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അവരൊക്കെ ആയിട്ട് എന്തായാലും ചായ ഇടും. ആ കൂട്ടത്തിൽ നമുക്ക് ഇടും. അങ്ങനെ ചായ നമ്മൾ രാവിലെ കഴിച്ച യൂണിബിക്ക് ബിസ്ക്കറ്റ് ബാക്കിയുണ്ടായിരുന്നു, അതും കൂട്ടിയിട്ട് കഴിച്ചു. രാത്രി പ്രത്യേകിച്ച് എനിക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല. ഞാൻ ഒരു മുട്ട ഓംലേറ്റ് അടിച്ചു. പിന്നെ കുറച്ച് പാലുണ്ടായിരുന്നു. എന്നും പതിവ് പോലെ കുറച്ച് ഹോർലിക്സ് ഇട്ടിട്ട് അതും കുടിച്ച് നേരെ റൂമിൽ പോയി ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു.